അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നദ ക്ലാസ് തുടരുകയാണ്. ഇനി നമുക്ക് തർഹീമിനെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. മുനാദയിലുള്ള തർഹീം, മുനാദയിലാണ് തർഹീം സംഭവിക്കുക. അവസാനത്തെ അക്ഷരത്തെ കളയലാണ്. ചിലപ്പോൾ അവസാനത്തിന് മുമ്പത്തേനെയും കളയും. അതേതൊക്കെ സന്ദർഭത്തിലാണ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഫസ്ലുൻ ഫി തർഹീമി, തർഹീമിലുള്ള ഫസ്ലാണ്. വയജൂസു, അനുവദനീയമാണ്, തർഹീമുൽ മുനാദ, മുനാദയെ തർഹീം ചെയ്യൽ. എന്താ തർഹീം എന്ന് ഇവിടെ താരീഫ് പറയുന്നുണ്ട്. എങ്ങനത്തെ മുനാദനാൽ മാരിഫത്തി, മാരിഫയായ മുനാദയെ തർഹീം ചെയ്യൽ അഥവാ അവസാനത്തെ അക്ഷരത്തെ കളയൽ ജായിസാകുന്നു. ലൻ നക്കിറത്തി, അപ്പോൾ ഈ മാരിഫയായ മുനാദ എന്ന് പറയുമ്പം ഏതൊക്കെ ഔട്ടായി? ലൻ നക്കിറത്തി, നക്കിറയെ തർഹീം ചെയ്യൂല. വൽ മുസ്തഗാസ്, മുസ്തഗാസിനെ ഇൻഷാ അല്ലാഹ് നമ്മൾ തഖ്വീലിസാനിലും തുഹ്ഫത്തുൽ വർദിലൊക്കെ പഠിച്ചു തന്നെയാണ്. ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് വിഷയങ്ങൾ. മുസ്തഗാസ്, മൻദൂബൊക്കെ. വൽ മൻദൂബി, മൻദൂബിനെയും, മൻദൂബ്, മുസ്തഗാസ്, നക്കിറ, ഇതിലൊന്നും തർഹീം ജാമിസല്ല, തർഹീം ചെയ്യൽ ജായിസല്ല. വലൽ മുദാഫി, മുദാഫിലും പറ്റൂല എന്നാ. മുദാഫിലും എന്ത് പറ്റൂല? തർഹീം പറ്റൂല. ഖിലാഫൻ ലിൽ കൂഫിയീന, കൂഫക്കാർക്കെതിരായി. കൂഫക്കാരുടെ അടുക്കൽ മുദാഫിൽ തർഹീം പറ്റൂന. അബുൽ ബറക്കാത്ത് റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ഇൻസാഫ് എന്ന കിതാബിൽ പറഞ്ഞത് കാണാം. ദഹബൽ കൂഫിയൂന, കൂഫക്കാർ അഭിപ്രായപ്പെട്ടതില അന്ന തർഹീമൽ മുദാഫി ജായിസുൻ, മുദാഫിനെ തർഹീം ചെയ്യൽ ജായിസാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അവർ മുദാഫ് ഇലൈഹിന്റെ അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞിട്ട് പറയും. ഇപ്പൊ യാ ആല ആമിരിൻ എന്നുള്ളതിൽ യാ ആല ആമി എന്ന് പറയും. അതേപോലെ യാ ആല മാലിക്കിൻ എന്നുള്ളതിൽ മുദാഫ് ഇലൈഹിന്റെ അവസാനം കളഞ്ഞിട്ട് യാ ആല മാലി ഇങ്ങനെ പറയും. നേരെ മറിച്ച് ബസ്രക്കാരുടെ അടുക്കൽ ഇത് ജായിസല്ല. ബസ്രക്കാരുടെ അടുക്കൽ മുദാഫിനെ തർഹീമാക്കൂല, കൂഫക്കാരുടെ അടുക്കൽ മുദാഫിനെ തർഹീമാക്കും. അതാണ് പറഞ്ഞത്. വഹുവ ഐ, അതായത് തർഹീമു, തർഹീം എന്ന് പറഞ്ഞാൽ ലുഗത്തൻ, ഭാഷയിൽ തർക്കീക്കു സൗത്ത്, ശബ്ദത്തെ ഒന്ന് തർക്കീക്കാക്കൽ, ഓലമാക്കുക. നേരെ മറിച്ച് വസ്തുലാഹൻ, ഇവിടെ ഇസ്തിലാഹൽ, നഹ്വിന്റെ ഇസ്തിലാഹിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹദ്ഫു ആഖിരിഹി, അതായത് ഹി എന്ന് പറഞ്ഞാൽ അയിൽ മുനാദ, മുനാദന്റെ അവസാനത്തെ ഹർഫിനെ കളയലാണ്. അതെന്തിനു വേണ്ടിയ? തഖ്ഫീഫൻ, ഐലി തഖ്ഫീഫ് എന്നർത്ഥം. തഖ്ഫീഫ്, ലഘൂകരണത്തിന് വേണ്ടിയാണ്. എങ്ങനെയാണത്? അല വജിഹിൻ മഖ്സൂസിൻ, ഒരു പ്രത്യേകമാക്കപ്പെട്ട രൂപത്തിൽ മുനാദന്റെ ആഖിറത്തെ അവസാനത്തെ ഹർഫിനെ കളയലാണ്. അതാണ് പറഞ്ഞത്. ഇനി എന്താണ് നോക്കാം നമുക്ക് ഓരോന്നും. സുമ്മൽ മുനാദ, പിന്നെ മുനാദ ദർബാനി, നിത ചെയ്യപ്പെടുന്ന മുനാദ ദർബാനി രണ്ടിനമാണ്. മഖ്തൂമും ബിത്താ തഅനീസി, തഅനീസിന്റെ താവ് കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ടതുണ്ടാവും. തൊൽഹത്ത് പോലെ, സുബത്ത്, ഷാത്തൊക്കെ പോലെ. വ മുജറദുൻ അൻഹ, അതേപോലെ തന്നെ അൻഹ എന്ന് പറഞ്ഞാൽ തേനീസിന്റെ താഴത്തൊട്ട് ഒഴിവാക്കപ്പെട്ട ഇസ്മുകൾ ഉണ്ടാവും. തേനീസിന്റെ താഴത്തൊട്ട് ഒഴിവാക്കിയ, അപ്പോൾ തേനീസിന്റെ താളുള്ളതും അല്ലാത്തതും ഉണ്ടാവും അർത്ഥം. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്ത നിയമങ്ങളാണ്. താളുള്ളതിന് പ്രത്യേക നിബന്ധന അല്ല, താല്ലാത്തതിന് നിബന്ധനകളുണ്ട്. അതാണ് പറയാൻ പോണത്. നോക്കാം. ഫദു താ ഉടയ മുനാദ യുറഹമു, അതിനെ തർഹീമാക്കപ്പെടും മുത്തലക്കൻ, മുത്തലക്കൻ നൽകി. എന്തുകൊണ്ടാണ് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ? മുത്തലക്ക് എന്ന് പറഞ്ഞാൽ അത് അലമായാലും ശരി, അലം അല്ലെങ്കിലും ശരി, മൂന്നക്ഷരമുള്ള സുലാസിയായാലും ശരി, അതല്ലെങ്കിലും ശരി, എന്തായാലും ശരി, താ ഉള്ളതിനെ തർഹീമാക്കും. ബാക്കിയുള്ള താ അല്ലാത്ത, തേനീസിന്റെ താ അല്ലാത്തതിന് കുറേ നിബന്ധന ഉണ്ട്, കുറച്ച് നിബന്ധന ഉണ്ട്. അത് അലമാകണം, റുബായിയോ അതിൻ്റെ മേലോട്ടോ ആകണം, ഇദാഫത്ത് പാടില്ല, ഇങ്ങനത്തെ ഒക്കെ നിബന്ധനകളുണ്ട്. അപ്പോൾ ഇവിടെ ഈ നിബന്ധന ഇപ്പോൾ താളിലേക്ക് ആവശ്യമല്ല. താളിലേക്ക് എന്ത് അലമായാലും അല്ലെങ്കിലും ശരി, 4 എണ്ണാവണമെന്നില്ല, 3 എണ്ണായാലും ശരി, അതൊന്നൊരു പ്രശ്നമല്ല. തർഹീമാക്കും താളിലേന. മനസ്സിലായോ? അതാണ് ഉദാഹരണം കൊടുക്കുന്നത്. നോക്കുക. ഇതുപോലെ വല, പിന്നെ വല യുഷ്തറത്തു ഫീഹി, അതാണ് അവിടെ പറയുന്നത്. വല യുഷ്തറത്തു ഫീഹി, ഈ താ ഉടയ മുനാദയിൽ ഷർത്താക്കപ്പെടൂല അലമിയത്തുഹു, ആ മുനാദ അലമാവണം എന്ന നിബന്ധന വെക്കപ്പെടൂല. വലാ സിയാദത്തുൻ അല സലാസത്തി, 3 എണ്ണത്തിലെ 3 ഹർഫിലേക്കാളും അധികരിച്ചാവണം എന്ന സിയാദത്തും അതും ഷർത്താക്കപ്പെടൂല. താല്ലാത്തതിൽ 3 എണ്ണത്തിലധികമാണോ, 4 അതിൻ്റെ അങ്ങോട്ടോ മേലോട്ടോ വേണം നമ്മൾ പറയും. ഇതുപോലെ കയ തൊൽഹ എന്ന് പറയും. ഫി തൊൽഹത്ത, തൊൽഹയിൽ നമ്മളെങ്ങനെ പറയും? യാ തൊൽഹ, താനെ കളഞ്ഞിട്ട്. അതിനെ വ്യത്യസ്ത രൂപങ്ങൾ തൽഹു രണ്ടും പറയാൻ പറ്റുന്നൊക്കെ നമ്മൾ പഠിക്കും.
വയാ സുബു എന്ന് പറയും ഫി സുബത്ത്. കണ്ട അതിൽ 3 അക്ഷരമുള്ളൂ. ഫി സുബത്തിൽ നമ്മൾ വയാ സുബു എന്ന് പറയുന്നത് അലമു അല്ല, വഹിയൽ ജമാ, അത് ജമാ സംഘം എന്നുള്ള അർത്ഥ സുബത്തു. മനസ്സിലായോ? ഇതേപോലെ തന്നെ നമ്മൾ ഷാത്തിലും പറയാ യാ ഷാ എന്നറിയാം. ഷാത്തിൽ ഷാ കണ്ട, താ തേനീസിൻ്റെ താ ഉള്ള ഷാത്ത് ഇങ്ങനെ പറയാം. അത് താ ഉള്ളതിൻ്റെ അതാണ് ഇബ്നു മാലിക് റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട് അൽഫിയൽ വജവ്വിസൻഹു മുത്ലഖൻ ഫീ കുല്ലി മാ ഉന്നീസ ബിൽഹാ വല്ലദീ ഖദ് റുഖിമ. അവിടെ പറഞ്ഞില്ലേ വജവ്വിസൻഹു, ഈ തർഖീമിനെങ്കിൽ ജായിസാക്കിയ മുത്ലഖൻ മുത്ലഖായ നിലയിൽ, അഥവാ അത് അലമായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, സുലാസി ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, ഫി കുല്ലിമാ എല്ലാ ഒരു മുനാദയിലും. എങ്ങനത്തെ മുനാദ? ഉന്നീസ ബിൽ ഹാ, ഹാ കൊണ്ട് തേനീസാക്കപ്പെട്ട മുനാദയിൽ അവിടെ ഷർത്തില്ല. മനസ്സിലായോ? അതാണ് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിൽ പറഞ്ഞതാണ്. ഇനി ഗൈറുഹു എന്ന് പറഞ്ഞാൽ ഈ ഗൈറു ഇത്താ ഉടയതല്ലാത്തത്, തേനീസിൻ്റെ താ അല്ലാത്തതിന് അതിന് ചിലപ്പോൾ നിബന്ധന ഉണ്ട്. യുറഹമു തർഹീമാക്കപ്പെടും, പക്ഷേ ബിഷർത്തി സലാസത്തി ഉമൂരിൻ, 3 കാര്യങ്ങൾ നിബന്ധനയാക്കിക്കൊണ്ടാ. 3 നിബന്ധനകളുണ്ട് ഇവിടെ. ആ ഏതൊക്കെ? ദൊമ്മിഹി, അതിനെ ദൊമ്മൽ, ആ മുനാദ ദൊമ്മൽ മബിനിയാക്കണം. മബിനിയായതായി ആ മുനാദനെ ദൊമ്മ കൊണ്ട് മബിനിയായിരിക്കും, ദൊമ്മ കൊണ്ട് മബിനിയായതായിരിക്കും. അപ്പം മുദാഫൂട്ടായി, അതാണ് പറയുക. അത് ദൊമ്മിഹി എന്ന് പറഞ്ഞാൽ ഐ കൗനിഹി, ആ മുനാദാവുക മബിനിയനായ ദൊമ്മി, ദൊമ്മിൻ്റെ മേൽ മബിനിയാക്കപ്പെട്ടതാവുക എന്നർത്ഥം. അപ്പോൾ ഫലാ യുറഹമു നഹ്വു അബ്ദുല്ല, അബ്ദുല്ല പോലോത്തത് മുറഹം തർഹീം ചെയ്യൂല. വശാബ കർണാഹ എന്ന ഇവിടെ മുറക്കബ് ഇസ്നാദിയും എന്താക്കൂല, തർഹീമാക്കൂല. ഇബ്നു മാലിക് അൽഫിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ അവര് എന്താ വഹ്ദുലാത്തർ ബിഹദ്ഫിഹാ വഫിർഹു ബഅദു എന്നിട്ട് പറഞ്ഞിട്ട് വഹ്ദുലാ തർഖീമ മാ മിൻ ഹാദിൽ ഹാ ഖദ് ഖല ഇല്ലാ റുബാഇയ്യ ഫമാ ഫൗഖുൽ അലം ദുന ഇദാഫത്തിൻ വ ഇസ്നാദിൻ മുതിം എന്നുണ്ട് അവിടെ. മുത്തിം നല്ല മുത്തം. അവിടെ ഇബ്നു മാലിക് പറയുന്നുണ്ട് വഹ്ദുല അങ്ങി തടഞ്ഞോ തർഖീമ മാ, അടാ തർഖീമ മാ ഒരു മുനാദയെ തർഹീമാക്കുന്നത്. എന്താ മുനാദ? മിൻ ഹാദിഹിൽ ഹാ ഖദ് ഖല, ഈ തേനീസിൻ്റെ ഹാന്നത് ഒഴിവായിട്ടുണ്ട്. അങ്ങനെയുള്ള തേനീസിൻ്റെ ഹാന്ന് ഒഴിവായിട്ടുള്ള മുനാദയെ തർഹീമാക്കുന്നെങ്കിൽ തടഞ്ഞോ. ഇല്ല റുബാഇയ്യ, കണ്ടോ ഇബ്നു മാലിക്കയുടെ ഷർത്ത് പറയുന്നുണ്ട് റുബാഇയനെ കൂടാതെ. അപ്പോൾ 3ന്റെ മേലോട്ട് വമാ ഫൗഖു, ആ 4ഉം അതിൻ്റെ മേലോട്ടും ആവാം. അല്ല ആലം, പിന്നെ അലമാവണം. ദൂന ഇദാഫത്തിന് ഇദാഫത്താവരുത്. വൈസ്നാദിൻ, കേട്ടോ ഇസ്നാദ് എന്താ മുറക്കബ്, ഇദാഫിയായ മുറക്കബ് ആവരുത്, ഇസ്നാദിയായ മുറക്കബും ആവരുത്. മനസ്സിലായോ? നേരെ മറിച്ച് മസ്ജിയായ മുറക്കബിൻ്റെത് പറ്റും. അതിൻ്റെ അവസാനത്തെ ഭാഗം കളയായ്യ, അവസാനത്തെ അത് അവസാനം പറയുന്നുണ്ട്. ഈ പിന്നെ മറ്റേ ഈ ഇസ്നാദിയായ മുറക്കബ്, ഇസ്നാദിയായ മുറക്കബിനെ ഖലീലായിട്ട് എന്താക്കിയിട്ടുണ്ട്, തർഹീമാക്കിയിട്ടുണ്ട്. അത് ഇബ്നു മാലിക് അൽഫിൽ പറയുന്നുണ്ട് വല്ലജ്സ ഹദിഫ് മിൻ മുറക്കബിൻ വഖൽ തർഹീമു ജുംലത്തിൻ വദാ അംറുൻ നഖൽ. വല്ലജ്സ ഹദിഫ് മുറക്കബ്, മുറക്കബായ മജ്സി ഉണ്ട്. മുറക്കബായ മജ്സി, മജ്സിയായ മുറക്കബ്, അഫൻ മജ്സിയായ മുറക്കബ് ഉണ്ടല്ലോ. നമ്മൾ എന്താ സീബവഹി പോലെ മാദീകരി പോലെയൊക്കെ മസ്ജിയായ മുറക്കബ്, അതിൻ്റെ അജിസിനെ കളയുക. അഥവാ ആ അവസാനത്തെ കലിമത്തിന് സീബവൈഹിൽ യാ സീബ എന്ന് പറയും, മാദി കരീബിൽ യാ മാദി എന്ന് പറയും. ഇസ്നാഷറ എന്നൊരാൾക്ക് പേര് വെച്ചാൽ യാ ഇസ്നാ എന്ന് പറയും. ഇങ്ങനെ പറയും, നമ്മൾ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇബ്നു മാലിക് പറയുന്നുണ്ട് വഖല്ല തർഹീമു ജുംല. ജുംല എന്ന് പറയുമ്പോൾ മഹ്കിയായ ജുംല ഉണ്ടാവും, മുറക്കബായ ജുംല ഉണ്ടാവും. അഥവാ ഇസ്നാദിയായ മുറക്കബായത് മഹ്കിയ എന്ന് പറഞ്ഞാൽ കാല, ഇപ്പോൾ എന്താ പറയുക, കാല സൈദുൻ ഒരാൾക്ക് പേര് വെച്ച് നിൽക്കുക. കാല റജുലുൻ എന്ന് പറഞ്ഞു, കാല റജുലുൻ, അങ്ങനെ തുടങ്ങി അങ്ങനെ പറഞ്ഞിട്ടുള്ള മഹ്കിയായ ഒരു ജുംല. അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്നാദിയായ മുറക്കബായ ഒന്ന്, അതിന് നമ്മൾ മാക്കൂല എന്നല്ല നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ തഅബ്ബത്ത ഷർറൻ പോലത്തത്, തഅബ്ബത്ത ഷർറ ഇതുപോലത്തതിനൊന്നും ആക്കൂല എന്നാണ്. പക്ഷെ അങ്ങനെ ആക്കൂല എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനത്തെ എന്താക്കിയിട്ടുണ്ട്, ഖലീലായിട്ട് വന്നിട്ടുണ്ട്. അതാ കല്ല തർഹീമു ജുംലയെ തർഹീമാക്കൽ ഖലീലായി, വദാ ഈ തർഹീമാക്കൽ അമ്രുൻ, അമ്ര സിബവഹി ഇമാമാകുന്ന നഖൽ ചെയ്തിട്ടുണ്ട് എന്നാ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അപ്പോൾ എന്ത് യാ തഅബ്ബത്ത ഷർറ എന്നുള്ളത് യാ തഅബ്ബത്ത എന്ന് പറയും.
അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മബിനിയായതായിരിക്കണം ദമ്മല്. അപ്പോൾ അബ്ദുള്ള പോലത്തെ ഇദാഫിയായ മുറക്കബ്, ഷാബ കർറാഹ പോലത്തെ ഇസ്നാദിയായ മുറക്കബൊന്നും ആക്കുലായിരുന്നു. പിന്നെ അതിൻ്റെ വിശദീകരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അൽഫിയെന്ന്. പിന്നെ അലമിയത്തിഹി, രണ്ടാമത്തെ നിബന്ധന എന്താ? അത് അലമാവണം. ഉണ്ടോ? തേനീസിൻ്റെ താന്ന് ഒഴിവാണെങ്കിൽ പിന്നെ അലമാവണം. അഥവാ ഫല യുറഹമുൻ നക്കിറത്തു, നക്കിറയെ എന്താക്കൂല? തെർഹീമാക്കപ്പെടൂല. അൽ മഖ്സൂദ, നക്കിറ മഖ്സൂദായ നക്കിറ, നക്കിറ മഖ്സൂദയും തെർഹീമാക്കപ്പെടൂല. കയാ ഇൻസാനു പോലെ. ഇൻസാനു അത് അലമല്ല. വൈകാന മാരിഫത്തൻ, അത് നിത ചെയ്തതുകൊണ്ട് മാരിഫായാലും ശരി, നക്കിറ മഖ്സൂദ് കൊണ്ട് മാരിഫായാലും ശരി. പക്ഷെ എന്താക്കൂല? അതിനെ മുറഹമാക്കൂല, കാരണം തെർഹീം ചെയ്യൂല. കാരണം എന്താണത്? അലമല്ല. ലിയന്നഹു ലൈസ ബി ആലമിൻ, കാരണം അത് എന്തല്ല? കാരണം തീർച്ചയായും അത് ആലമല്ല. ഇനി മൂന്നാമത്തെ നിബന്ധന മുജാവസത്തിഹി സലാസത ഹറുഫിൻ, 3 ഹർഫിനെ വിട്ടെടുക്കണം. അപ്പം 4, അതാണ് ഇബ്നു മാലിക് പറഞ്ഞ ഇല്ല റുബാഇയ്യ, 4 അതിൻ്റെ മേലോട്ടോ വേണം. അപ്പോൾ ഫല യുർഹമു നഹു, സെയ്ദും പോലോത്തത് അമ്രും പോലോത്തതൊന്നും എന്താക്കൂല? തെർഹീമാക്കപ്പെടൂല. എന്നാൽ അതാക്കുന്നുള്ള അഭിപ്രായക്കാരുണ്ട്. വജാസൽ ഫർറഉ, ഇമാം പറഞ്ഞു തെർഹീമ മുതഹർരിക്കിൽ വസത്തി, മദ്യം ഹറക്കത്തുള്ളതിനെ തെർഹീം ചെയ്യൽ ജായിസാക്കിയിട്ടുണ്ട്. ആര്? ഫറ ഇമാം. അപ്പോൾ മദ്യം സുക്കൂനല്ല ഹറക്കത്തുള്ളതിന്. ഈ അഭിപ്രായം കൂഫക്കാർക്കും ഉണ്ട്. അബുൽ ബറക്കാത്ത് റഹ്മഹുല്ല ഇൻസാഫ് പറയുന്നുണ്ട്, ദഹബൽ കൂഫിയൂന, കൂഫക്കാരുടെ അഭിപ്രായവുമില്ല, അന്നഹു യജൂസു തർഹീമുൽ ഇസ്മി സുലാസിയി ഇദാ കാന ഔസതുഹു മുതഹരിക. കണ്ടോ? മദ്യം 2-3 4 ഷർത്തത്തിയില്ല. 4 ഷർത്തത്തിന് പറഞ്ഞല്ലോ ബസറക്കാരൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. നേരെ മറിച്ച് അതിൽ കുറഞ്ഞ 3 സെൻറ്റർ മുത്തഹരിക്കാണെങ്കിൽ ആ ഇസ്മിനെ സുലാസീനെ തർഹീമാക്ക എന്നാണ് കൂഫക്കാരുടെ അഭിപ്രായം. വദാലിക നഹു ഖൗലിക ഫി ഉനുഖിൽ, എങ്ങനെ പറയും? യാ ഉനു എന്നറിയും. ഉനുഖ് മധ്യത്തിൽ നൂന് സുക്കൂനല്ലല്ലോ, ഉനു ദമ്മാണ്. അപ്പോൾ യാ ഉനു എന്ന് പറയും. ഫി ഹജറിൽ പറയും യാ ഹജ, ഇങ്ങനെ പറയും. ഫി കത്തിഫിനുള്ളിൽ യാ കത്തി, ഇങ്ങനെ പറയും. പിന്നെ അവിടെ അബുൽ ബറക്കാത്ത് റഹ്മഹുല്ല പറയാൻ ഇൻസാഫുൽ വദഹബ ബഅദുഹും, അവരിൽ ചിലർ പോയ റൂട്ടോ ഇല അന്ന തർഹീമ യജൂദു ഫിൽ അസ്മാഇ അലൽ ഇത്ലാഖ്, നിരുപാധികം ഇത്ലാഖ് നിലയ്ക്ക് അസ്മാവുകളിലൊക്കെ ജായിസാണ് എന്ന് പറഞ്ഞോലുണ്ട്. നേരെ മറിച്ച് വദഹബൽ ബസരിയൂന, ബസറക്കാർ പോയ റൂട്ട് എങ്ങോട്ടാണ്? ഓല അഭിപ്രായം എന്താണ്? ഇല അന്ന തർഹീമ മാക്കാൻ അല സലാസത്തി അഹ്റുഫിൻ ലാ യജൂസു ബിഹാലിൻ, 3 അക്ഷരമുള്ളതിനെ ഒരു നിലക്കും തർഹീമാക്കാൻ പറ്റൂല. ഈ അഭിപ്രായത്തിലേക്കാണ് വഅലൈഹി ദഹബ അബുൽ ഹസൻ അലിയുബ്നു ഹംസത്തൽ കിസായി ഇമാമും മിനൽ കൂഫിയീന, കൂഫക്കാരിൽ നിന്നുള്ള കിസായി ഇമാമും ഈ വിഷയത്തിൽ ബസറക്കാരുടെ അഭിപ്രായമാണ്. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ കൂഫക്കാർക്ക് പറ്റും, മദ്യം ഹർക്കത്തിലാണ് പറ്റും. ആ അഭിപ്രായമാണ് ഫറ ഇമാം. അതാണ് ഇവിടെ ഷാരിഹ് എടുത്തു കൊടുത്തത്. എങ്ങനെ ഇവിടെ പറയുന്നത്? ഖിയാസാക്കിക്കൊണ്ട്, അല ഇജ്റാഇഹിം, അവർ നടത്തിയതിൻ്റെ മേൽ ഖിയാസാക്കിക്കൊണ്ട്. നഹ്വ സഖറ പോലത്തതിനെ മജ്റ സൈനബിൻ്റെ സ്ഥാനത്ത് നടത്തി സഖറിനെ. ഏത് വിഷയത്തിൽ? ഫി മൻഇ സർഫി, സർഫിനെ തൊട്ട് തടയുന്ന വിഷയത്തിൽ. അപ്പോൾ സൈനബ് അലമിയത്തും തേനീസും 2 ഇല്ലത്തുകൊണ്ട് മംനൂമിനെ സർഫാണല്ലോ. എന്നതുപോലെ സഖറിനെയോല അതിന് നടത്തിയിട്ടുണ്ട്. സഖർ നരകത്തിൻ്റെ പേരല്ല, അലമിയത്ത് തേനീസ് എന്ന് അവർ നടത്തിയതിൻ്റെ മേൽ ഖിയാസാക്കിക്കൊണ്ട് ഈ സെൻട്രൽ മുത്തഹരിക്കായന ഫറ ഇമാം എന്ത് ചെയ്തിട്ടുണ്ട്? തർഹീമാക്കാമെന്ന് ജൈസാക്കിയിട്ടുണ്ട്. അഭിപ്രായക്കാരാണ് നമ്മൾ കൂഫക്കാർ എന്നൊക്കെ പറഞ്ഞു. നോക്കാം അടുത്തത്. വഇദാ റുഖിമൽ മുനാദ, ഇനി ഈ ഷർത്തക്കൊത്ത മുനാദനെ നമ്മൾ തർഹീം ചെയ്യാൻ നോക്കുക. വഇദാ റുഖിമൽ മുനാദൽ മുസ്തൗഫി ശുറൂത്തി സലാസ, ഈ 3 നിബന്ധനകളും പൂർത്തീകരിച്ച മുനാദയെ തർഹീം ചെയ്യപ്പെടുമ്പോൾ യാ ജാഫു പോലെ. ഫി ജാഫറിൽ എങ്ങനെ പറയാം? യാ ജാഫു അല്ല യാ ജാഫ, രണ്ടും വരും. നമ്മൾ പറയും യാ ജാഫാന്നോ യാ ജാഫു, എങ്ങനെ പറയാന്നുള്ളത് പറയും ഇൻഷാ അല്ലാഹ്. ഫി ജാഫർ എന്ന 4 അക്ഷരാണ്, അലമാണ്. കണ്ട 4 അക്ഷരമുണ്ട്, അലമാണ്, ദമ്മിൻ്റെ മേലും അഭിനയാണ് യാ ജാഫറു. കണ്ട അപ്പോൾ ഒത്തിട്ടുണ്ട്. അപ്പോൾ ജാസ ഫീഹി ലുഗത്താൻ, അതിൽ 2 ലുഗ ജായിസാകുന്നു. അഹദുഹുമാ, അവ രണ്ടിലൊന്ന് ഖത്ഉൻ നസ്രി അനിൽ മഹ്ദൂഫ്, അവിടെ നമ്മൾ അവസാനത്തെ ഹർഫ് കളഞ്ഞല്ലോ, ജാഫറു. ഈ കളഞ്ഞ മഹദൂഫിനെ തൊട്ടുള്ള ദൃഷ്ടി നോട്ടം മുറിച്ച് കളയുക. അഥവാ അങ്ങനൊരു മഹദൂഫ് ഉണ്ട് എന്ന നിയ്യത്തില്ല, കളഞ്ഞിട്ടുണ്ട് എന്ന നിയ്യത്തില്ല. ആ നിയ്യത്ത് അങ്ങനത്തെ ഒരു നിയ്യത്ത് ഓൽക്കില്ല.
മറിച്ച് എന്നിട്ട് ഫയുജാലുൽ ബാക്കി ബാക്കിയുള്ളതിനൊരു ഇസ്മൻ ഇസ്മാക്കും എങ്ങനത്തെ ബിറസിഹി അത് തന്നെ ഒരു ഇസ്മാക്കും. ആ കളഞ്ഞൊന്നുമില്ലാണ് മൈൻഡ് വെക്കില്ല, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് തക്ദീറ ചെയ്യൂല. അങ്ങനെ ബാക്കിയുള്ളതിനെ അത് തന്നെ ബിറസിഹി അത് തന്നെയാണല്ലോ. അപ്പോൾ ആ ഇസ്മിനെ ബാക്കിയുള്ളതിനെ ഇസ്മാക്കി അത് തന്നെ ഇസ്മാക്കിയിട്ട് വെക്കൂല്. മനസ്സിലായോ? അതന്നെ ഇസ്മാക്കും. അതന്നെ ഇസ്മാക്കുമ്പോൾ അവസാനത്തും ദൊമ്മാണല്ലോ വേണ്ടത്. അതന്നെ ഒരു ഇസ്മാക്കുക, കളഞ്ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അപ്പോൾ അവസാനത്തിൽ ദൊമ്മല്ല വേണ്ടി. അപ്പോൾ ഫാല ഹാദിഹി ഈ അടിസ്ഥാനത്തിൽ തൊക്കൂലിങ്ങി പറയും യാ ജാഫു എന്നാ പറയുക. കാരണം ജഫറു റാൻ അങ്ങനെ കളഞ്ഞിട്ടുണ്ട് എന്നൊരു നീയത്തൊന്നും ഓൽക്കില്ല അവിടെ അല്ല. അപ്പോൾ സദാ ഒരു ഇസ്മിനെ പോലെ തന്നെ ആക്കി. അപ്പോൾ അവസാനത്തിൽ ദൊമ്മല്ല വരിക, യാ ജാഫു അങ്ങനെ വിട്ടു. ദൊമ്മൻ ഐ ബി ദൊമ്മി ആഖിരിഹി അതിൻ്റെ അവസാനത്തിന് ദൊമ്മ ചെയ്തുകൊണ്ട് അതാണ് പറഞ്ഞത്. വഫി സമൂദ ഇനി ഇവലെ ലുഗ അനുസരിച്ച് ഈ ലുഗക്കാർക്ക് താഴെ പറയുക ലുഗത്തും അല്ല യന്തസിർ എന്നാ പറയുക. കളഞ്ഞിട്ട് ശേഷം ഒരു കളച്ചിലുണ്ട് എന്ന നീയത്തൊന്നും ഓൽക്കില്ല. അപ്പോൾ ഇവലനുസരിച്ച് വഫി സമൂദ സമൂദിൽ എങ്ങനെയാ പറയുക? യാ സമീന പറയുക. അതെന്താ കാരണം? ബി ഖൽബി ദൊമ്മത്തി കസ്റത്തൻ സമൂ എന്നുള്ള മീമിൻ്റെ ദൊമ്മനെ കസ്റാക്കി മാറ്റിമറിച്ചു കൊണ്ടും വൽ വാവിയ ആ സമൂ എന്നുള്ള വാവിനെ യാ ആക്കി മാറ്റിമറിച്ചു കൊണ്ടും. അപ്പോൾ അതെങ്ങനെ അങ്ങനെ ആക്കിയത്? ഇബ്നു മാലിക് റഹ്മഹുല്ലാ അൽഫിയിൽ പറയുന്നുണ്ട് ഫഖുൽ അലൽ അവ്വലി ഫീ സമൂദ യാ സമൂ വയാ സമീ അലസ്സാനി ബിയാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ അത് ഇബ്നു മാലിക് പറയുക അവിടെ ലുഗത്തു മയ്യന്തസിറുവിൻ്റെ അനുസരിച്ച് സമൂദിൽ യാ സമൂ എന്നാ പറയുക. മല്ലായന്തസിർ അനുസരിച്ചോ രണ്ടാമത്തെ അനുസരിച്ച് യാ സമീ എന്നാ പറയുക. അതെങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവലിക്ക് ഒരു അക്ഷരം അവസാനത്തിൽ കളഞ്ഞൊരു നീയത്തില്ലാലോ, അതിനെ തന്നെ ഒരു ഇസ്മാക്കൽ ലെവൽ വെക്കുക. അതിനെ തന്നെ ഇസ്മാക്കി വെക്കുമ്പോൾ സമൂ അതൊരു ഇസ്മാക്കി എന്നെ ഒരു പരിഗണിക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്താ അറ്റത്ത് തൊറഫിൽ വാവ് ദൊമ്മിന് ശേഷം സംഭവിച്ചു. അങ്ങനെ ബാക്കിയാക്കൽ ജായിസല്ല. കാരണം അങ്ങനത്തെ ഒരു നസീർ ഇല്ല. കാരണം അറബി കലാമിൽ മുത്തമക്കിനായ ഇസ്മ് ആഹിർ വാവും മാക്കബിൽ ലാസിമായ ദൊമ്മത്വായിട്ട് അതില്ല. മനസ്സിലായോ? അപ്പോൾ അവരെന്ത് ചെയ്യൂ? അപ്പോൾ ആ വാവിനെ ഒരു മറിച്ച് യാ ആക്കി മാറ്റാൻ. കാരണം മറ്റേ അവസാനത്തിൽ ഹദഫുണ്ട് എന്നാണ് പ്രശ്നമല്ല, വലിയ ഇത് ഹദഫിനൊന്നും നീയത്തില്ല, അതന്നെ ഒരു ഇസ്മാക്കാണ്. അപ്പോൾ ഒരു യാ ആക്കി മാറ്റി മറിക്കുകയാണ്. അതാണ് അപ്പോൾ അതിന് യോജിച്ച കസർ മാക്കബിൽ കൊടുത്തിട്ട് യാ സമീ എന്ന് പറയും. ഇവൽക്കനുസരിച്ച് ഇപ്പോൾ ബാക്കി ഇങ്ങനെ തന്നെ വേറെ വിഷയങ്ങൾ വരും. ഇപ്പോൾ അലാവത്തിനൊരു പറയുകയാണെങ്കിൽ അലാവത്തിനെ യാ അലാ ഊ എന്നാ പറയുക. അലാവത്തിനെ താ കളഞ്ഞാൽ ഒരു താന നീയത്തില്ലാലോ. അപ്പോൾ അലാവ് അപ്പോൾ ലാ സായിദായ അലിഫിന് ശേഷം വാവ് തൊർഫിൽ വന്നാൽ നമ്മൾ എന്താ സഞ്ചാലൊക്കെ പഠിച്ചില്ല ഹംസാക്കി മാറ്റണമെന്ന്. അപ്പോൾ എന്ത് ചെയ്യും? അലാ ഊ നാക്കൂ, ഹംസാക്കി മാറ്റി അലാ ഊ നാക്കൂ. അതേപോലെ തന്നെ കറവാൻ എന്നുള്ളതിനാണെങ്കിൽ കറോ എന്നാ പറയുക. അതെന്തുകൊണ്ടാ? വാവിന് അലിഫാക്കി മാറ്റി മറിക്കും. എന്താ? കറവാ എന്ന് പറയുമ്പോൾ കറവ എന്ന് പറയുമ്പോൾ കറ വാവിനെ അലിഫാക്കി മാറ്റി മറിക്കാൻ. കാരണം എന്താ? മാക്കബിൽ ഫത്ഹാണല്ലോ, മാക്കബിൽ ഫത്ത്. അപ്പോൾ കറ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ. ഞാൻ ഒരു കൂടെ സൂചിപ്പിച്ചെന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ രൂപം പറഞ്ഞത്. വയുസമ്മ ഹാദിഹി ലുഗ ഈ ലുഗയെ അഥവാ ആഖിർ മഹദൂഫുണ്ട് നീയത്ത് വെക്കാത്ത ഈ ആളുകളെ ലുഗയെ ലുഗത്തു മല്ലായം തസീർ ഉണ്ടോ? ലുഗത്തു മല്ലായം തസീർ എന്നവരെ പറയുക. കാരണം അവർക്ക് അവിടെ നീയത്തില്ല, ഹദഫുണ്ട്. വസാനിയത്ത് രണ്ടാമത്തേത് നിങ്ങൾക്ക് എങ്ങനെ പറയാം? അപ്പോൾ എല്ലാത്തിനും ദമ്മാക്കി പറയണേ. വസാനിയത്ത് രണ്ടാമത്തേത് എങ്ങനെ? യുൻവാൽ മഹദൂഫു മഹദൂഫിനെ കരുതപ്പെടലാണ്. മഹദൂഫ് ഉണ്ടെന്ന് കരുതപ്പെടും. ഫയുബ് ബാക്കി എന്നിട്ട് ബാക്കിയുള്ളതിന് എന്ത് ചെയ്യും? അല ഹാലത്തിഹി അത് ഏത് അവസ്ഥയിലാണോ ഉള്ളത് അതേപോലെ തന്നെ നിർത്തും. മനസ്സിലായി? അപ്പോൾ ജാഫറു എന്നുള്ള റാനെ കളഞ്ഞാൽ ബാക്കിയുള്ള അതേപോലെ തന്നെ ഒരു മാറ്റമില്ലാണ്ട് വെക്കും. യാ ജാഫ ദമ്മാണ് മുമ്പ് ദമ്മാണ് ദമ്മ് ഗസറാണ് ഗസർ അങ്ങനെ തന്നെ നിർത്തും. വല ഹാദിഹി അടിസ്ഥാനത്തിൽ തൊക്കൂലുങ്ങി പറയും യാ ജാഫ ആണോ? ജഫറു റാനെ കളഞ്ഞാൽ ബാക്കി അതേ ഹാലിൽ നിർത്തി ജാഫ ഫത്ഹൻ ഐ ബിൽ ഫത്ഹ കൊണ്ട് യാ ജാഫ എന്ന് പറയും. ഓഫീ സമൂദിൽ എങ്ങനെ പറയും? സമൂ ഒന്നും മാറ്റേണ്ട, ദാല് കളഞ്ഞു, ബാക്കിയുള്ള അതേപോലെ നിർത്തി. ബിൽ വാവി വാവ് കൊണ്ട് ഇബ്ഖാ അല്ലി സൂറത്തിഹി മാവ രണ്ടിനെയും അതിൻ്റെ അതേ രൂപത്തിൽ ബാക്കിയാക്കുന്നതിന് വേണ്ടിയാണ്, ബാക്കിയാക്കിക്കൊണ്ട്. വത്തുസമ്മ ഹാദിഹി ലുഗ ഈ ലുഗ എന്താ പറയും? ലുഗത്തു തുസമ്മ ഹാദിഹി ലുഗത്തു ലുഗത്ത മയ്യന്തസിറു എന്താ പറയുക? ലുഗത്തമയ മേലെ പറഞ്ഞ എന്താ? വയുസമ്മ ഹാദിഹി ലുഗത്തു ലുഗത്ത മല്ലായന്തസിറു ദോ ലുഗത്തു മയ്യന്തസിറു ബൽ ഹദഫ് ഉണ്ട് എന്താണ് നീയത്ത് വെക്കുന്നോല. മനസ്സിലായോ? അങ്ങനെ വരും. ഇനി ഇതിനുമായി ബന്ധപ്പെട്ട മറ്റ് നിയമങ്ങൾ പറയാണ്. നോക്കാം. വഅലം തീർച്ചയായും അറിഞ്ഞോ അന്നൽ മഹ്ദൂഫ തീർച്ചയായും കളയപ്പെട്ടത് തർഖീമിന് വേണ്ടി കളയപ്പെട്ടത് സലാസത്തു അഖ്സാമിൻ അത് 3 കിസ്മുകളാണ്.
അഹദുഹാ അതിലൊന്ന് അയ്യക്കൂന ഹർഫൻ വാഹിദ, കളയാന്ന് പറയുമ്പോൾ ഒരൊറ്റ ഹർഫിനെ കളയലായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വഹുവൽ ഗാലിബു, അതാണ് അധികരിച്ചും, കമാ മറ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയതുപോലെ. വസാനി രണ്ടാമത്തേത് അയ്യക്കൂന ഹർഫൈനീന, ഈ തർഹീമിന് വേണ്ടി കളഞ്ഞത് 2 ഹർഫായിരിക്കും, 2 എണ്ണം വരും. അതിന് കുറച്ച് നിബന്ധന ഉണ്ട്. വദാലിക അതെവിടെയാണ്? ഫീമ യക്കൂനു, ഫീമ യാതൊരു ഇസ്മിലാണ്, യക്കൂനു മാ ഖബ്ല ആഖിരിഹി, അതിൻ്റെ ആ ഇസ്മിൻ്റെ അവസാനത്തിൻ്റെ മുമ്പുള്ള ഹർഫ് എന്താവണം? ഹർഫ ലീനിൻ, ലീനിൻ്റെ ഹർഫാവണം. പിന്നെ 5 ഷർത്തുകളാ, സാക്കിനൻ, പിന്നെ അത് സാക്കിനാവണം. അപ്പം എന്തൊക്കെ ആവണം? അവസാനത്തിൻ്റെ മുമ്പുള്ള ഹർഫ് ലീനാവണം, സാക്കിനൻ സാക്കിനാവണം, പിന്നെ സായിദൻ സായിദാവണം, അത് അസ്ലാവരുത്, പിന്നെ മുക്കമ്മിലൻ അർബഅത്തൻ 4 പൂർത്തീകരിക്കുന്നതാവണം. അഥവാ അതിൻ്റെ മാക്കബിൽ ആ ലീനിൻ്റെ മുടി നമ്മൾ കളഞ്ഞാൽ മാക്കബിൽ 3 കിട്ടണം, അതിൽ കുറയാൻ പാടില്ല. മനസ്സിലായോ? 3 ഉണ്ടാവും, 3 മേലോട്ടോ, 3 കുറയാൻ പറ്റില്ല, 2 ആവാൻ പറ്റില്ല. നമ്മൾ പറയും ഓരോന്നിനും ഇൻഷാ അല്ലാഹ്. ഉദാഹരണം പിന്നെന്താവണം? ഖബ്ലഹു, അതിൻ്റെ മുമ്പ് ഹറക്കത്തും മിൻ ജിൻസിഹി, അതിൻ്റെ ജിൻസിന് വർഗത്തിന് യോജിച്ച ഹറക്കത്താവണം. അലിഫാണ് ഫത്ഹ്, വാവാണ് ദമ്മ്, യാ ആണ് കസ്ർ, ഇങ്ങനെ ഉണ്ടാവണം. ഇങ്ങനെ 5 നിബന്ധന ഉണ്ട്. ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിൽ പറഞ്ഞിട്ടുണ്ടത് വമഅൽ ആഖിരി ഹദിഫിൽ ലദി തല ഇൻ സീദ ലീനൻ സാക്കിനൻ മുകമ്മില അർബഅത്തൻ ഫസായിദൻ വൽ ഖുൽഫു ഫി വാവിൻ വയാഇൻ ബിഹിമാ ഫത്ഹുൻ ഖുഫി. പിന്നെ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമുണ്ട്, നമ്മളത് വിശദീകരിച്ചിട്ട് പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. അതാണ് ഇബ്നു മാലിക് ലീന് അഥവാ ജിൻസ്, അതിന് യോജിച്ച ജിൻസിൻ്റെ ഹർക്കത്തല്ലാവില്ല. ചിലപ്പോൾ യാ സുക്കൂന് വാവ് സുക്കൂന് മാക്കവൽ ഫത്തൈ വരെ ലീൻ എന്നറിയും. അതിന് നമ്മൾ തജ്വീദിലൊക്കെ ലീൻ പറയല്ലേ. ഇപ്പോൾ ഫിർഔൻ പോലെ, അതുപോലെ ഉർനൈക്ക് പോലെ ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് പറയാം. അപ്പോൾ ഈ 5 നിബന്ധന നോക്കണം. ഫത്തഖൂലു ഫിഹ, അപ്പം ഈ പറയും യാ സൽമാ, അല്ല അഫ്വാൻ എൻ്റെ മുമ്പ് വായിക്കാൻ വിട്ട്, വൈലൈ അതിലേക്കാണ് അഷറ ബി ഖൗലിഹി, തൻ്റെ കൗല് കൊണ്ട് മുസന്നിഫ് ഇഷാറത്താക്കിയത്. വയുഹദഫു മിൻ പിന്നെ ഹദി സൽമാന, അപ്പോൾ എന്താ സൽമാൻ പോലോത്തിൽ നിന്ന് കളയപ്പെടും. മൻസൂരിൻ മൻസൂർ പോലോത്തതിൽ നിന്നും മിസ്കിൻ പോലോത്തതിൽ നിന്നും ഹർഫാനി 2 ഹർഫിനെ കളയപ്പെടും. നോക്കുക, സൽമാൻ ഒരു ഉദാഹരണം പറയാം, ബാക്കി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലല്ലോ. സൽമാൻ നിങ്ങൾ നോക്കി, അതിൻ്റെ ആഖിറിൻ്റെ മുമ്പുള്ളത് അലിഫല്ലേ ലീനിൻ്റെ ഹർഫാണ്. പിന്നെ അത് സാക്കിനാണോ? ആണ്, സാക്കിനാണ്, അലിഫ് സാക്കിനാണ്. സായിദാണോ? സായിദാണ്. പിന്നെ ആ മുക്കമ്മിൽ അർബഅത്ത 4 പൂർത്തീകരിക്കുന്ന, അത് കളഞ്ഞാൽ മാക്കബിൽ 3 ഉണ്ട്, മീമ് സീന് ലാമ് മീം 3 ഉണ്ട്. പിന്നെ ഖബ്ലഹു ഹർക്കത്തും മിൻ ജിൻസിഹി, അതിൻ്റെ ജിൻസിന് യോജിച്ച ഹർക്കത്താണോ? ആണ്. അലിഫിന് യോജിച്ച ഹർക്കത്ത് ഫത്ഹ്, കണ്ടോ? മൻസൂർ അങ്ങനെ തന്നെ, മാക്കബിൽ യോജിച്ച ദമ്മുണ്ട്, കണ്ടോ? ഒക്കെ വാദിഹാണ്, എല്ലാത്തിനും യോജിച്ചാണ്. അപ്പോൾ ഫത്തഖൂലു ഫിഹ അതിലേക്ക് പറയാം യാ സൽമ വയാ മൻസു വയാ മിസ്കി, കണ്ടോ? യാ സൽമ യാ മൻസു വയാ മിസ്കി, കണ്ടോ? കളഞ്ഞിട്ട് 2 കളഞ്ഞ് പറയാം. ബി ഖിലാഫി നഹ്വി സഫർജലിൻ പോലോത്തതിനെതിരായിക്കൊണ്ട്, വ ഹബയ്യഹിനെതിരായിക്കൊണ്ട്, വ മുഖ്താരിനെതിരായിക്കൊണ്ട്, വ സഈദിനെതിരായിക്കൊണ്ട്, വ ഫിർഔനെതിരായിക്കൊണ്ട്, വ ഖുർനൈക്കിനെതിരായിക്കൊണ്ട്, കണ്ടോ? അവിടെ ഇഹ്തിറാസ് പറയാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ മനസ്സിലായിക്കോളൂ. എന്താ? ഓരോന്ന് എടുത്ത് നോക്കി. നമ്മൾ പറഞ്ഞ നിയമത്തിനെതിരാ സഫർജൽ എന്താ പ്രശ്നം? അതിൻ്റെ മാക്കബിലുള്ളത് എന്തല്ല? ലീനിൻ്റെ ഹർഫല്ല, ജീമല്ലേ? ലീനിൻ്റെ ഹർഫാണോ? അല്ല. പിന്നെ വ ഹബയ്യഹൽ എന്താ പ്രശ്നം? അതിൻ്റെ ആഖിറിൻ്റെ മാക്കബിലുള്ളത് സാക്കിനല്ല, ഫത്ഹല്ലേ? ഹബയ്യ സാക്കിനായിട്ടില്ല, അപ്പോൾ അത് ഔട്ടായി. വ മുഖ്താർ എന്താ പ്രശ്നം? മാക്കബിലുള്ളത് അലിഫൊക്കെ തന്നെ, ലീനും സുക്കൂനൊക്കെ തന്നെ, പക്ഷെ അത് സായിദാണോ? അല്ലല്ലോ. ഇഖ്താറ, ഹാറ എന്നർത്ഥം ഇഖ്താറ, ഇൻഫീലാണത്. മനസ്സിലായോ? സായിദല്ല, അപ്പോൾ അതും പറ്റൂല. വ സഈദിൻ, അതിൻ്റെ മാക്കബിലുള്ളത് ലീൻ തന്നെ സുക്കൂനൊക്കെ തന്നെയാണ്, പക്ഷെ എന്താ? അത് കളഞ്ഞാൽ അത് മുക്കമ്മിലൻ അർബഅത്തൻ എന്ന ഷർത്തിനെ തൊട്ട് ഔട്ടായി. മാക്കബിൽ 2 ഉള്ളൂ, സീനോ ആയിരുന്നു, അപ്പോൾ അത് പറ്റൂല. പിന്നെ വ ഫിർഔന, അതിലെന്താ പ്രശ്നം? ഫിർഔനയിലും ഖുർനൈക്കിലും എന്താ പ്രശ്നം? ഈ 2 മാക്കബിൽ ലീനിൻ്റെ തന്നെയാണ്, പക്ഷെ അതിന് മുജാനസായ ഹറക്കത്ത് മാക്കബിലില്ല. കാരണം യാക്കുള്ളത് കസ്റ വരേണ്ടത്, അവിടെ ഖുർന എന്നുള്ള ഫത്ഹ വന്നത്, ഫിർഔന എന്നുള്ള വാവിന് ദമ്മ് വേണ്ടിയിടത്തിൽ ഫത്ഹ വന്നത്, അപ്പോൾ അത് ഔട്ടായി. പക്ഷേ ഇതിൽ ഈ വിഷയത്തിൽ എന്തുണ്ട്? ഖിലാഫുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത് വൽ ഖുൽഫു, അഭിപ്രായ വ്യത്യാസമാകുന്ന ഫി വാവിൻ വയാ ഇംബിഹിമാ ഫത്ഹുൻ ഖുഫി എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ അവർക്ക് ഈ പറ്റുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്, ഫിറഔനിലും ഖുർനൈക്കിലും. അതായതാണ് ജർമിയും ഫറാവും.
ഈ രണ്ട് ഇമാമിങ്ങൾക്ക് അവിടെ കളയാൻ അഭിപ്രായക്കാരാണ്. കാരണം ഓൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ മാക്കാബിലുള്ള ഇതിൻ്റെ ജിൻസിനോട് യോജിക്കുന്ന ഹർക്കത്ത് മാക്കാബിൽ ഉണ്ടാവണമെന്ന ഷർത്ത് വെക്കുന്നില്ല ജർമിയും ഫറാ ഇമാമും. അപ്പോൾ ഫിർഔന ഉർനൈക്ക് ഫത്ഹ മാക്കബിലുള്ളത് ദമ്മോ അതിന് യോജിച്ച ഹർക്കത്തല്ല. അപ്പോൾ അവർ എന്താക്കുന്നില്ല, ആ ഷർത്ത് വെക്കുന്നില്ല. അപ്പോൾ അവരുടെ അടുക്കൽ എന്ത് ചെയ്യുക, കളയാന്നാ, അവർക്ക് അടുക്കൽ കളയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മുസ്തഫൈന എന്നുള്ള രണ്ടാലമുണ്ടല്ലോ, അതിൽ ഖിലാഫില്ല. കാരണം എന്താ, അതിൻ്റെ അസിൽ നമ്മൾ എടുത്തു നോക്കിയാൽ മുസ്തഫൗന എന്ന് നോക്കിയിട്ട് ഒരാൾ പറയാൻ പറ്റൂല മുസ്തഫൈന. കാരണം വാവിന് യാക്കും മുജാനസായ യോജിച്ച ഹർക്കത്തല്ല മാക്കവല് ഫത്തല്ലേ എന്ന് വെക്കണ്ട. കാരണം ഇതിൻ്റെ അസിൽ നമുക്കറിയാം മുസ്തഫയൂനാന്നാ, കണ്ടോ, പിന്നെ മാറി വന്നതല്ലേ മുസ്തഫയീന. അപ്പോൾ ഇതിൽ നമുക്ക് കളയുക, അതിൽ പ്രശ്നമില്ല. കാരണം മുസ്തഫയു അവിടെ ശരിക്കും പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്തിട്ടുണ്ട്, മുസ്തഫയു. അപ്പോൾ കളയാന്നാ. അപ്പോൾ അതിൻ്റെ കൂടെ യോജിപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാൻ. വസാലിസു മൂന്നാമത്തെ ടൈപ്പ് ഏതാ നോക്കിയാൽ അയ്യക്കൂനൽ. ഇപ്പോൾ ഒരു ഹർഫിനെ കളയും രണ്ട് ഹർഫിനെ കളയുന്ന പറഞ്ഞതിനൊക്കെ നിബന്ധനയെ പറഞ്ഞു. വസാലിസു മൂന്നാമത്തേത് അയ്യക്കൂനൽ മഹദൂഫ് കളയപ്പെട്ടത് എന്താ കലിമത്തം ബിറസിഹ. ആ കലിമത്ത് ബിറസിഹ എന്താണ്, അതിനെ തന്നെ, ആ കലിമത്തിനെ തന്നായിട്ട് കളയുക, ഒരു കലിമത്തിനെ തന്നായിട്ട് കളയുക. അതെവിടെ വദാലിക ഫിൽ മുറക്കബിൽ മസ്ജിയായ മുറക്കബില. മസ്ജിയായ മുറക്കബിൽ അതാ ഇബ്നു മാലിക് പറഞ്ഞു വൽ ആജിസ ഹദിഫ മിൻ മുറക്കബിൻ. കണ്ട, മസ്ജിയായ മുറക്കബിൽ നിന്നും ഈ അജിസിന് അഥവാ അവസാനത്തെ കലിമത്തിന് ഈ കളഞ്ഞോന്നാ, അത് പറ്റും. നേരെ മറ്റേ ഇസ്നാദിയിലും മറ്റേലും പറ്റൂല, ഇദാഫിയിലും പറ്റൂ എന്ന് പറഞ്ഞ ടീമിനെ നമ്മൾ പറഞ്ഞു. ഇദാഫി ഖൂഫക്കാർക്ക് പറ്റൂ. പിന്നെ ചില ആളുകൾ എന്താ ഈ സിബഹിമാനത്തോട്ട് നക്കൽ ചെയ്ത് വന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തഅബ്ബത്ത ഷറിൽ തഅബ്ബത്താൻ. ഇത് മസ്ജിയ മുറക്കബ, മസ്ജിയ മുറക്കബിൽ പറ്റും. അപ്പോൾ മസ്ജിയ മുറക്കബിൽ എങ്ങനെ തർഖീം ചെയ്യുക, രണ്ടാമത്തെ ആ കലിമത്തിന് തന്നെ കളയുക. അതാണ് ഫയുഹ്ദഫു മിൻ നഹ്വി മാദി കരിബ. മാദി കരി പോലത്തതിൽ നിന്ന് കളയപ്പെടും അൽ കലിമത്തു സാനിയ, രണ്ടാമത്തെ കലിമത്തിന്. ഫത്തഖൂലു ഫി, അപ്പോൾ അതിലിങ്ങനെ പറയും യാ മാദി എന്നറിയും. വഫി ഹദറ മൗത്ത, ഹദറ മൗത്തിൽ ഇങ്ങനെ പറയും യാ ഹദറ എന്ന് പറയും. അപ്പോൾ വാദിഹയിലെ കാര്യം. അപ്പോൾ മുറക്കബ് കലിമത്തിനെ കളയുന്ന ടൈപ്പ് എവിടെയാണ്, മുറക്കബ് മസ്ജിയായ മുറക്കബിലാണ്, കലിമത്തിനെ തന്നെ കളയുക. ഇൻഷാ അല്ലാഹ് അപ്പോൾ വാദിഹയല്ലോ. ഇനിയിപ്പോൾ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, അതോടുകൂടി കഴിഞ്ഞ് ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് അൽഫിയിൽ വരുന്ന വിഷയങ്ങളാണ്. ഈ രണ്ട് വജും നമ്മൾ പറഞ്ഞല്ലോ, ലുഗത്തു മയ്യന്തസിറു മല്ലായന്തസിറു. ഹദഫിനെ നിയത്തില്ലാതെ ഒരു ഇസ്മിനെ പോലെ തന്നെ ആക്കാം. അത് ചിലപ്പോൾ ചില സ്ഥലത്ത് പറ്റൂല. ഇപ്പം മുസ്ലിമത്ത് എടുക്കുക, മുസ്ലിമത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ചെയ്താൽ നമുക്ക് ഇൽത്തിബാസ് വരും. എങ്ങനെ അതിനെ പറയൽ, മുഅന്നസിൻ്റെയും മുദക്കറിൻ്റെ ഇടയിൽ ഫർക്കിന് വേണ്ടി വരുന്ന തൗതീനീസ് ഉണ്ടാവും, അവിടെ നമ്മൾ ചെയ്താൽ വലിയ വിഷയം വരും. ഇപ്പം മുസ്ലിമത്തിന് അങ്ങനെ എടുത്തിട്ട് താനെ കളഞ്ഞു. എന്നിട്ട് മയ്യന്തസിറുവിൻ്റെ ലുഗ അനുസരിച്ച് എങ്ങനെ വരിക, സാധാ ഒരു കളഞ്ഞ നെയ്യത്തനുസരിച്ച് യാ മുസ്ലിമ എന്നാണ് വരിക, യാ മുസ്ലിമ. നേരെ മറ്റോലനുസരിച്ച് താനെ കളഞ്ഞിട്ടില്ല, ഇതിനെ കളഞ്ഞ നെയ്യത്തില്ല, ഇതിനെ തന്നെ കളഞ്ഞ നേരൊക്കെ തൊട്ട് നോക്കുന്നില്ല, അതിനെ തന്നെ ഒരു ഇസ്മാട്ടാക്കുക. അപ്പോൾ യാ മുസ്ലിമൂ എന്നാണ് പറയുക. അപ്പം നമുക്ക് ഡൗട്ട് വരും, യാ മുസ്ലിമൂ എന്നുള്ളത് ആണാണോ അതല്ല പെണ്ണാണോ ഉദ്ദേശിച്ച ഡൗട്ട് വരും. മുസ്ലിമൂ എന്ന് പറഞ്ഞാൽ, മുസ്ലിമാ എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, ഫത്ഹാണ്, അപ്പോൾ മനസ്സിലാവും തർഹീമാണ്. മുസ്ലിമൂ എന്നാണെങ്കിൽ അവിടെ പ്രശ്നം വരും, ഇൽത്തിബാസ് വരും. അതുകൊണ്ടാണ് ഇബ്നു മാലിക് അൽഫിൽ പറഞ്ഞത് വൽതസിമിൽ അവ്വല ഫീക മുസ്ലിമ വജവ്വിസിൽ വജ്ഹൈനി ഫീക മസ്ലമാ. ആദ്യത്തേതിന് അഥവാ അത് ഇബ്നു മാലിക് അൽഫിൽ പറഞ്ഞതാണ്. മയ്യന്തസിറുൻ്റെ ലുഗ ഉണ്ടല്ലോ, കളഞ്ഞിട്ടുണ്ട് നെയ്യത്ത് വെച്ചിട്ട് ബാക്കിയുള്ള അതേപോലെ നിർത്തുക. അതിനെങ്കിൽ ലാസിമാക്കണം ഫീക്ക മുസ്ലിമ പോലെ ഒത്തതിൽ, കാരണം ഇൽത്തിബാസ് വരും. ആണാണോ പെണ്ണാണോ ഇൽത്തിബാസ്. മുസ്ലിമൂ എന്ന് പറഞ്ഞാൽ വെറും മുസ്ലിമിനെ നിദ ചെയ്യാണോ അല്ല പെണ്ണാണോ എന്ന് തിരിച്ചറിയില്ലല്ലോ. മസ്ലമ പോലത്തെ രണ്ടും പറ്റും. കാരണം അവിടെ അത് തേനീസിൻ്റെ മുദക്കർ മുഅന്നസിന് വേണ്ടി ഫർക്കിന് വേണ്ടി വന്നതല്ല, അത് തിരിച്ചറിയും ആത്ത. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്, കൂഫക്കാർക്കൊരു അഭിപ്രായമുണ്ട്, രണ്ടക്ഷരം വേറെ ടൈപ്പിലും കളിയും. അതായത് അബുൽ ബറക്കാത്ത് റഹ്മുല്ല ഇൻസാഫ് പറയുന്നുണ്ട്, ദഹബൽ കൂഫിയൂന, കൂഫക്കാരുടെ അഭിപ്രായം ഒരു റൂട്ടിൽ അന്ന തർഹീം അൽ ഇസ്മി, ഇസ്മിനെ തർഹീമാക്കൽ, അല്ലാതെ എങ്ങനത്തെ ഇസ്മാണ് ഖബ്ല ആഖിരിഹി, അതിൻ്റെ അവസാനത്തിൻ്റെ മുമ്പ് ഹർഫുൻ സാക്കിനും, സാക്കിനായ ഹർഫാണെങ്കിൽ യക്കൂനു ബി ഹദഫിഹി, അതിനെ കളഞ്ഞുകൊണ്ട്
അതിനെ കളഞ്ഞുകൊണ്ടും ഹദ്ഫിൽ ഹർഫിൽ ലദി ബഅദഹു അതിന് ആ സുക്കൂണുള്ള ഹർഫിനെ യകൂനു ബി ഹദ്ഫി എന്ന സുക്കൂണുള്ള ഹർഫിനെ കളഞ്ഞുകൊണ്ടും ഹദ്ഫിൽ ഹർഫിൽ ലദി ബഅദഹു അതിന് ശേഷമുള്ള ഹർഫിനെ കളഞ്ഞുകൊണ്ടും പറയും. വദാലിക നഹ്വു ഖൗലിക ഫി ഖിമത്തുരിൻ എന്നുള്ളതിൽ ഖിമത്ത് രണ്ടെണ്ണം കളയാനുള്ള നിബന്ധന നമ്മൾ പഠിച്ചല്ലോ. പക്ഷേ ഇവർക്കൊരു കൂഫക്കാർ പറയുന്നത് 4 അക്ഷരമുള്ളതാണ്. അല്ല, ആഖിറിൻ്റെ മാക്കബിലുള്ളതിൻ്റെ മാക്കബിലുള്ളത് സുക്കൂനാണെങ്കിൽ, ആഖിറിൻ്റെ മാക്കബിൽ സുക്കൂനാണെങ്കിൽ സുക്കൂനുള്ളതിന് ശേഷമുള്ളതിനെ ഒരുമിച്ച് കളയാന്നാ. അപ്പോൾ ഖിമത്തുരിൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞ ലീനിൻ്റെ ഇതുവരെ കളയുന്ന പരിപാടി. പക്ഷെ അത് ലീനൊന്നല്ല. ഖിമത്തുരിൻ എന്നുള്ളതിൽ ഓല് എന്താ പറയും? യാ ഖിമ എന്ന് പറയും. താ സുക്കൂനാണ്. അപ്പോൾ താനെ റാനെയും കളഞ്ഞിട്ട് യാ ഖിമ എന്ന് പറയും. വഫി സിബത്തുരിൻ യാ സിബ എന്ന് പറയും. ഇങ്ങനെ പറയൂല്. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു അഭിപ്രായം കൂഫക്കാർക്ക് ഇടുന്നത്. പക്ഷേ എങ്കിൽ ഉഷ്മൂനിലൊക്കെ കാണാൻ പറ്റുന്നത്, ഉഷ്മൂനി പറയുന്നുണ്ടത് ഈ ഒരു അഭിപ്രായത്തിലേക്ക് പോയത് ഫറാ ഇമാം മാത്രമാണ്. ഫറാ ഇമാം മാത്രമാണ് ഈ അഭിപ്രായത്തിലേക്ക് പോയത് ഉഷ്മൂനിൽ കാണാൻ പറ്റും. ഇതിൽ കൂഫക്കാരുടെ മൊത്തത്തിലാണ് പറഞ്ഞത്. ബസറക്കാരുടെ അടുക്കൽ ഇത് പറ്റൂല. ഇതിൽ ബസറക്കാരുടെ അഭിപ്രായം അനുസരിച്ച് ഖിമത്തു എന്നറിയണം, സിബത്തു എന്നറിയണം. അവസാനത്തേനെ മാത്രമേ കളയാൻ പറ്റൂ. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.